സംവിധാനം എന്ന് പറയുന്ന സ്വപ്നം എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തത് ശരിക്കും കിരീടം ഉണ്ണിച്ചേട്ടൻ, അതായത് മലയാള സിനിമയിൽ ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റുകൾ നമുക്ക് തന്നിട്ടുള്ള ആ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളെ ഉണ്ണിച്ചേട്ടൻ, പിന്നെ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ, വാളക്കുഴി ഔസേപ്പച്ചൻ, ഇവരൊക്കെ മലയാള സിനിമയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള സിനിമകൾ എടുത്തിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ്. ഇവരൊക്കെ ഒരു 10-12 വർഷം മുമ്പാണ് എനിക്ക് എൻ്റെ അടുത്ത് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇത്തരം ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു അപ്പോൾ സ്വയം എന്ത് തോന്നി? എത്രത്തോളം ഒരു എന്താണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്? കോൺഫിഡൻസ് അവർക്ക് എന്നിലുള്ള കോൺഫിഡൻസ് ആണെന്ന് തോന്നി. എനിക്കല്ലാതെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു 10-12 ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ എൻ്റെ അടുത്ത് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ത്രാണിയായിട്ടില്ല. ഞാൻ പച്ചക്ക് അതേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, സാർ എനിക്കറിയാൻ പാടില്ല ഡയറക്റ്റ് ചെയ്യാൻ, എനിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ അറിയാൻ പാടില്ല, ഞാനതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ലൊരു അസോസിയേറ്റിനെയും നല്ലൊരു എഡിറ്ററെയും കൂടെ തരാം, ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചു. അപ്പോഴും അവർക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഓഡിയോ കാസറ്റും വീഡിയോ കാസറ്റൊക്കെ ഞാൻ അന്ന് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിയോ കാസറ്റിൻ്റെ ഒക്കെ എല്ലാ കാസറ്റുകളും ദൈവാനുഗ്രഹിച്ചിട്ട് ഹിറ്റായിരുന്നു. അപ്പോൾ ചെയ്യുന്ന കാസറ്റുകളാണെങ്കിലും മറ്റുള്ള പ്രോജക്ട്സ് നമ്മൾ ചെയ്യുന്ന നമ്മൾക്ക് കൊക്കിലൊതുങ്ങാവുന്ന സാധനങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം ഹിറ്റായതിൻ്റെ പേരിൽ നമ്മൾ സിനിമ ചെയ്താലും നന്നായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസാണ് അവർക്ക് നമ്മൾക്കൊരു ഓഫർ ചെയ്യാനായിട്ടുള്ള കാരണം. പക്ഷേ എനിക്ക് സിനിമ സംവിധാനം ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് അന്ന് ഉണ്ടായില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ എന്തെങ്കിലും ഡയറക്ടറാകാം എന്ന് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഓക്കെ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്താൽ ശരിയാവില്ല. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ അസോസിയേറ്റിൻ്റെ പടവും അല്ലെങ്കിൽ എഡിറ്ററുടെ പടവുമാണത്. അതല്ലാണ്ട് ഞാൻ അത് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള സമയമാണ്. എപ്പോഴെങ്കിലൊക്കെ അതൊക്കെ പഠിച്ചിട്ട് ചെയ്യാമെന്ന് പഠിച്ചു വന്നപ്പോഴേക്കും ഇത്രയും കൊല്ലായിരുന്നുള്ളൂ. പക്ഷേ ആരെയും കൂടെ അസിസ്റ്റ് ചെയ്തല്ല പഠിച്ചത്. കണ്ടും കേട്ടും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലരോടും ചോദിച്ചും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടൊക്കെ ചെയ്യും. കാരണം എനിക്ക് അതിലൊന്നും ഒരു മടിയില്ലാത്ത കാര്യം, കാരണം എല്ലാം പഠിച്ചുകൊണ്ട് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പ് സീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പറ്റി ഡിസ്കഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സീൻ എങ്ങനെ വരും, അത് അല്ലെങ്കിൽ അങ്ങനെ മേക്ക് ചെയ്യണമെങ്കിൽ ഉള്ള കൺഫ്യൂഷൻസൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത് ചോദിച്ചു മനസ്സിലാക്കി. ചിലതെല്ലാം അവരുടെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞു മനസ്സിലാക്കി തന്നു. അതൊക്കെ വെച്ചിട്ട് മേക്ക് ചെയ്തതാണ്.